ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ച ദൂതിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരിൽ നിന്നും അവ ഉറക്ക നിലവിളിച്ചുകൊണ്ട് പുറപ്പെട്ടു. അനേകം പക്ഷവാതക്കാരും മുടന്തരും സൗഖ്യം പ്രാപിച്ചു. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അതിന് മറ്റൊരു പേര് ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. സാധാരണക്കാരായ ചില വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ അവർ ചെയ്ത അസാധാരണമായ പ്രവൃത്തികളുടെ പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തി. ലോഗോസ് ഹാളിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്കറിയാം പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടവരാണ്. ഇനി കാണാൻ പോവാം. നിങ്ങളൊരു സാധാരണക്കാരനായിരിക്കാം, പക്ഷേ ദൈവാത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുമ്പോൾ നിങ്ങളൊരു അസാധാരണ വ്യക്തിയായി മാറും. ഒന്നുകൂടെ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ 8-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് സഭയ്ക്ക് അക്കാലത്തൊരു പീഡനമുണ്ടായി എന്ന് പറഞ്ഞു. നമ്മളെ ആരാ വായിക്കുന്നത്? എന്നൂടെ വായിച്ച്. അവനെ കുലസ് ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അടുത്തതാണ് നമ്മൾ വായിച്ചത്. പിന്നെ നമ്മൾ വായിച്ച 4 ചിതറിപ്പോയവർ അവിടങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ഇനി എന്നെ മുഖത്തോട്ട് നോക്കുക. തുടക്കം എങ്ങനെയാണ്? സഭയ്ക്ക് ആ നാളിൽ വലിയ ഉപദ്രവം നേരിട്ടു. അപ്പം സഭയെ ഉപദ്രവിക്കാൻ ദൈവം അനുവദിച്ചു. ദൈവം അനുവദിക്കാതെ നമ്മളെ തൊടാൻ കഴിയുമോ? സഭയെ തൊടാൻ കഴിയുമോ? തൻ്റെ ചങ്കിലെ ചോരയായി വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയെ ദൈവം അനുവദിക്കാതെ തൊടാൻ കഴിയില്ല. ഇന്ന് രാത്രി ഇവിടെ വന്ന ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ നിനക്കൊന്നും സംഭവിക്കില്ല. ദൈവം അറിയാതെ അനുവദിക്കാൻ നമുക്കൊന്നും പറ്റില്ല. ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കുകയില്ല. ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടുകയില്ല. ദൈവം അറിഞ്ഞും ദൈവം അനുവദിച്ചുമേ നമുക്കെന്തും സംഭവിക്കുകയുള്ളൂ. ദൈവം അറിയാതെയും ദൈവം അനുവദിക്കാതെയും നമുക്കൊന്നും സംഭവിക്കുകയില്ല. അപ്പം സഭയെ പീഡിപ്പിക്കാൻ ഞാൻ പിന്നെ പറയാം എന്തിനാണ് ദൈവം അനുവദിച്ചതെന്ന്. അപ്പം ദൈവം അനുവദിച്ചേ നമുക്കെന്തും സംഭവിക്കൂ. പൗലോസ് അപ്പോസ്തലൻ കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മെലിത്യ ദ്വീപിലെത്തി. അവിടെ അദ്ദേഹം തീ കായാനിരുന്നപ്പോൾ വിറക് പെറുക്കി അടുപ്പിലിട്ടു. ഉടനെ തീക്കകത്തോട്ടിട്ടപ്പോൾ ഒരു അണലി, രക്ത അണലി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുറ്റി. അപ്പം ചുറ്റുപാടുള്ള ആളുകൾ പറഞ്ഞു, അവൻ കപ്പൽ ഛേദത്തിൽ രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ അവൻ ചത്തു വീഴുമെന്ന് അവർ കാത്തു നിന്നു. പക്ഷെ അവരുടെ മുമ്പിൽ വെച്ച് പൗലോസ് അപ്പം എടുത്ത് ഭക്ഷിച്ചു. 2-3 ദൂതുകൾ അവിടെ ഉണ്ട്. ഒന്ന്, നിനക്കെന്ത് ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. എനിക്കിവിടെ ഇരിക്കുന്ന ആരെയൊന്നും അറിയില്ല, വീട്ടുപേരും വയസ്സും ഒന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിനക്കെന്ത് ഭവിക്കും, നിന്റെ കുടുംബത്തിന് എന്ത് ഭവിക്കും, നിന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭവിക്കും, നിന്റെ ആരാധനയ്ക്ക് എന്ത് ഭവിക്കും, നിന്റെ ശുശ്രൂഷയ്ക്ക് എന്ത് ഭവിക്കുമെന്ന് കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ചില അത്ഭുതങ്ങൾ ദൈവം നിനക്കായി ചെയ്യും. ഓ ക്ഷമ റഖന, നിന്റെ ശുശ്രൂഷയ്ക്കായി ചെയ്യും. വിശ്വസിക്കുന്നവൻ വാ തുറന്ന് കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നീതിദേവി രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ലെന്നാ പറഞ്ഞത്. നീതിദേവി ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ ദർശനം കണ്ടിറങ്ങി അത്യുന്നതനായ മഹോന്നതനായ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷക്തനായ പൗലോസിന്മേൽ നിറവേറാൻ പോകുന്നത് നീതിദേവിയുടെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ പദ്ധതി അത്രേ. ഈ ഹാളിൽ ആരാധിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവ് ഞാൻ പറയാം, നിന്നിൽ നിറവേറാൻ പോകുന്നത്, നിന്റെ കുടുംബത്തിൽ നിറവേറാൻ പോകുന്നത്, നിന്റെ കുഞ്ഞുങ്ങളിൽ നിറവേറാൻ പോകുന്നത് ഒരു ദേവന്റെ പദ്ധതിയല്ല, ഒരു ദേവിയുടെ പദ്ധതിയല്ല, ദൈവത്തിന്റെ പദ്ധതി അത്രേ. ശക്തിയോടെ കരങ്ങളടി ശല്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. യേശുവിന്റെ നാമത്തിൽ പറ, ദോഷ്ട പിശാചേ, നിന്റെ പദ്ധതിയല്ല, നിന്റെ പ്ലാനല്ല, എന്റെ ദൈവത്തിന്റെ പദ്ധതി എന്റെ മേൽ നിറവേറും, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിറവേറും.
പിശാചിൻ്റെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മളിൽ നിറവേറുന്നത്. അതുകൊണ്ട് ആരും ഭാരപ്പെടരുത്. ഞാൻ വന്ന് സ്റ്റാൻലി ഒന്ന് വന്നേ. നമ്മുടെ ഒരു പഴയ പാട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങളെല്ലാവരും പുതിയ വിശ്വാസിയാണെന്ന് ദേവദാസൻ പറയും. എനിക്ക് ഇഷ്ടവും പുതിയ വിശ്വാസിയോട് പ്രസംഗിക്കാൻ. എൻ്റെ തലയിലെ മൂടികളുമെല്ലാം നിർണയമവേന് നീ അറിയുന്നു. കൈയടിച്ചേ. എന്താലയിലെ മൂടികളുമെല്ലാം നിർണയമവേൻ നീ അറിയുന്നു. ഒന്നാതിൽ നീലാത്തു വീണിടണം എങ്കിൽ, എന്നാതിൽ നീലാത്തു വീണിടണം എങ്കിൽ ഉന്നതനറിഞ്ഞേ അത്യുന്നതനറിഞ്ഞേ. ഒരു നിമിഷം. എന്താ നമ്മുടെ പാടിയേ? എന്താ പാടിയേ? തലയിലെ മുടിയെല്ലാം ആരെണ്ണി അറിയുന്നു? തലയിലെ മുടി എണ്ണി ആരെങ്കിലും ഇടിരിപ്പുണ്ടോ? തലയിൽ എത്ര മുടിയുണ്ടെന്ന് അറിയാമോ? അതാണ് പിന്നെ നാളെ ഒന്ന് എണ്ണിയേക്കാമെന്ന് വെച്ച് പരസ്യമായി എങ്ങ് നിന്ന് തലമുടി എണ്ണരുത്, വല്ലവരും വല്ലവരും കൊണ്ട് അഡ്മിറ്റാക്കും. തലയിൽ എത്ര മുടിയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു ഇംഗ്ലീഷ് മാഗസിൻ വായിച്ചപ്പോൾ ഞാൻ വായിച്ചു, പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ 4 ലക്ഷത്തിൽ പരം തലമുടി നാരുണ്ടെന്ന്. 4 ലക്ഷത്തിൽ പരം പാസ്റ്റേ. അത് വായിച്ചപ്പോൾ ആ സ്റ്റാൻലി ഈ വാക്യത്തിൻ്റെ അർത്ഥവും ഈ പാട്ടിൻ്റെ അർത്ഥവും പിടികിട്ടിയത്, 4 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ എൻ്റെ ദൈവം അറിയുമെങ്കിൽ, ഒരു തല മാത്രമുള്ള തലവേദന കർത്താവ് അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ, ഒരു ഹൃദയം മാത്രമുണ്ട്, ഹൃദയത്തിൻ്റെ വേദന ദൈവം അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ, ഒരു വയറ് മാത്രമുണ്ട്, വയറിൻ്റെ വിശപ്പ് ദൈവം അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ, 2 കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ അവിടെ പ്രായം ദൈവം അറിയുന്നില്ലയോ? ഒന്ന് ശക്തിയോടെ കൈയടിച്ചു പറ, എന്റെ ദൈവം അറിയാതെ, എന്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല. അങ്ങനെയാണ് ആ പാട്ടിന്റെ അർത്ഥം പറഞ്ഞെന്ന് പാടിക്കേ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം, ഇന്നെനിക്കു ശക്തിയോടെ നേരിടുന്നതെല്ലാം സംഗീതമാണെന്നു ഞാൻ അറിയുന്നു. സംഗീതമാണെന്നു ഞാൻ അറിയുന്നു. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നമ്മൾ പാടിയേ, ഞാൻ അവനുള്ള കയ്യിലിരിക്കുക, ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്ന് നേരിടുന്നതെല്ലാം തൻ്റെ ഹിതമാണെന്ന് ഞാൻ അറിയുന്നു. അവിടുന്ന് അറിയാതെ, അവിടുന്ന് അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കൊന്നും സംഭവിക്കുകയുമില്ല. നമ്മുടെ തലയിലെ മുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഈ ദൈവസഭയെ പീഡിപ്പിച്ചത് ദൈവം അറിയാതെയല്ല. എന്തുകൊണ്ട് സഭയെ പീഡിപ്പിക്കാൻ? നിങ്ങൾ ശ്രദ്ധിച്ച് ഇരിക്കുകയും വചനം നിങ്ങളുടെ ഉള്ളിൽ കയറുകയും ചെയ്യണം. ദൈവദാസൻ പറഞ്ഞ പോലെ ദൈവം അനുവദിച്ചെന്ന് ചോദിച്ചാൽ, ഈ സഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഭൂലോകത്തിലൊക്കെയും പോയി അവർ സുവിശേഷം അറിയിക്കണമെന്നായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാണ്. അപ്പം ഭൂലോകം മുഴുവൻ സാക്ഷീകരിക്കേണ്ട സഭ വളരെ ശക്തി അനുഗ്രഹമൊക്കെ പാവിച്ചപ്പം അവിടെ വായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരൊരിടത്ത് കൂടിയിരുന്ന് ഒരിടത്തിരുന്ന് കൊട്ടിപ്പാടി. അപ്പോൾ 2:41-47, 4:32-35 വലിയ ദൈവകൃപ അനുഭവിച്ചു. അവരവിടെ തന്നെ ഇരുന്ന്
ഉള്ളതെല്ലാം വിറ്റ് പെറുക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുപോയിച്ച് അവിടെ തന്നെ കഴിച്ചും കുടിച്ചും അവിടെ കഴിഞ്ഞു. എങ്ങോട്ടും പോകാൻ അവർക്ക് തോന്നിയില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ദൈവകൃപ വ്യാപരിക്കുന്ന സഭയിലേ മണിക്കൂറുകൾ മിനിറ്റുകളായി തോന്നില്ലേ? നമ്മളൊക്കെ ആരാധിക്കുന്നിടത്ത് മണിക്കൂറുകൾ മിനിറ്റുകളായി തോന്നും. അല്ലാത്തത് എന്നാൽ മിനിറ്റുകൾ മണിക്കൂറുകളായി തോന്നും. അതാ വ്യത്യാസം. അപ്പോൾ ഇവർക്ക് വിട്ടുപോകാൻ മനസ്സിലായി, അവിടെ തന്നെ കൂടിയിരുന്നു. അപ്പം ദൈവത്തിൻ്റെ അവരെക്കുറിച്ചുള്ള പദ്ധതി അവർ ഭൂലോകം മുഴുവൻ ചിതറി സുവിശേഷം അറിയിക്കണമെന്നായിരുന്നു. ആ പദ്ധതിക്ക് വിരുദ്ധമായി അവർ ഒന്നിച്ച് കൊട്ടിപ്പാടി ആരാധിച്ചൊക്കെ ഇരുന്നപ്പോൾ അവരെ ചിതറിക്കാൻ ദൈവം ചെയ്തൊരു പണിയായിരുന്നു പീഡനം. സ്തോത്രം. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. കാരണം ഭൂലോകം മുഴുവൻ സുവിശേഷം എത്തിക്കേണ്ട സഭ ഒരേ സ്ഥലത്തിരുന്നപ്പോൾ ദൈവം തമ്പുരാൻ അവരെ ചിതറിക്കാൻ വേണ്ടി പീഡ അനുവദിച്ചു. അപ്പം പീഡിപ്പിച്ചത് എന്നെ ശ്രദ്ധിക്കണം, അവരെ ഇല്ലായ്മയാക്കാനാ, സഭയെ തകർക്കാനാ, സഭയെ ചുരുക്കാനാ, സഭയെ നശിപ്പിക്കാനാ. പക്ഷെ നമ്മൾ വായിക്കുന്നത് പിശാചി പീഡ അഴിച്ചു വിട്ടതോടുകൂടി സഭ വ്യാപിപ്പാൻ തുടങ്ങി. ചിതറിപ്പോയവരെല്ലാം സുവിശേഷകരായി. അതുവരെ സുവിശേഷകരായിരുന്നു സുവിശേഷം പ്രസംഗിച്ചതെങ്കിൽ സകല വിശ്വാസികളും മിഷണറിമാരായി മാറി. ഇന്ന് രാവിലെ രണ്ടാമത് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, നിനക്കെതിരായി പിശാചി ചെയ്യുന്നത് പോലും നിന്റെ നന്മയാക്കി മടക്കി വരുത്തുന്നൊരു ദൈവകൃപ ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ശക്തിയോടെ ആത്മാവിൽ കുതിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രി ദൈവപൈതലേ, ഞാൻ നിന്നോട് പറയാം, നിനക്കെതിരായി, നിന്റെ കുടുംബത്തിനെതിരായി, നിന്റെ കുഞ്ഞുങ്ങൾക്കെതിരായി, നിന്റെ സഭയ്ക്കെതിരായി ദുഷ്ടപിശാചി ചെയ്യുന്നത് പോലും നിന്റെ നന്മയാക്കി മടക്കി വരുത്തുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നു. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ വിശ്വസിക്കണം, നമുക്കെതിരായി ചെയ്യുന്നത് പോലും, പിശാച് നമുക്കെതിരായി ചെയ്യുന്നത് പോലും നമ്മുടെ നമ്മയാക്കി മടക്കി വരുത്താൻ നമ്മുടെ കർത്താവിന്. വേദവസം മുഴുവൻ അങ്ങനെയാണ്. യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടത് സിംഹാസനത്തിക്കാൻ വേണ്ടിയല്ലായിരുന്നു. സഹോദരന്മാർ ക്ഷേമം അന്വേഷിച്ച് യോസഫ് എന്നപ്പം അവരെല്ലാവരും പറഞ്ഞു, ഇതാ സ്വപ്നക്കാരൻ വരും, നമുക്കവനെ പിടിച്ച് കൊല്ലാം, അവൻ്റെ ദർശനം എന്താകുമെന്നറിയാം. പക്ഷെ അവിടെ ഒരു ദൈവീയ ഇടപെടൽ നടന്നു. രൂപേൻ പറഞ്ഞു, നമുക്കവനെ കൊല്ലണ്ട, ഈ കിണറ്റിലിട്ടേക്കാം, അവിടെ കിടന്ന് ചത്തോട്ട്. യോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലിട്ടത് സിംഹാസനത്തിലെത്തിക്കാനല്ല, ദർശനത്തെ തകർക്കാനാ. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയാം, നിന്റെ ദർശനമില്ലാതാക്കാൻ, നിന്റെ തലമുറയുടെ ദർശനമില്ലാതാക്കാൻ, നിന്റെ കുടുംബത്തിൻ്റെ ദർശനമില്ലാതാക്കാൻ ദുഷ്ടപിശാചൊരുക്കുന്ന പൊട്ടക്കിണർ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി മാറ്റാൻ എൻ്റെ കർത്താവിന് കഴിയും. എത്ര പേർ ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് പറയും, ദുഷ്ടപിശാചേ, നീ ഒരുക്കുന്ന പൊട്ടക്കിണർ പോലും എൻ്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി ആ പരിവർത്തനം ചെയ്യാൻ എൻ്റെ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. രൂപേൻ പറഞ്ഞു, നമുക്ക് കൊല്ലണ്ട, ഈ കിണറ്റിൽ ചെറുക്കൻ കിടച്ചാകട്ടെ. സത്യത്തിൽ രൂപേൻ അതിനകത്ത് ഈ യോസഫിനെ ഇട്ടത് സഹോദരന്മാർ കാണാതെ യോസഫിനെ വീട്ടിൽ അപ്പൻ്റെ അടുക്ക് എത്തിക്കാനാണ്. എന്നാൽ മിഥ്യാന്യ, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, മിഥ്യാന്യ കച്ചവടക്കാർ വന്നപ്പം രൂപേനെ അവിടെ കാണുന്നില്ല. ആ കാട്ടിൽ രൂപേൻ എവിടെ പോയതാ? രൂപേനെ കാണുന്നില്ല. അപ്പോൾ യഹൂദ പറഞ്ഞു, നമുക്കിവനെ മിഥ്യാന കച്ചവടക്കാർക്ക് വിൽക്കാം. ദൈവത്തിൻ്റെ ടൈം നോക്കി. രൂപേൻ എവിടെ പാനാ? രൂപേനെ ദൈവം മാറ്റി. എന്തുകൊണ്ട് മാറ്റി? രൂപേൻ യോസഫിനെ രക്ഷിച്ചായിരുന്നെങ്കിൽ എവിടെ കൊണ്ടെത്തിച്ചേനെ? അപ്പൻ്റെ അടുക്ക് കൊണ്ടെത്തിച്ചേനെ. സ്വർഗത്തിലെ ദൈവം യോസഫിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് വീണ്ടും അതുപോലെ അവിടെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിലെത്തിക്കാനാ. ഇന്ന് രാത്രി ഇവിടെ വന്ന ചിലരോട് വീണ്ടും പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ സഹായിക്കാവെന്ന് പറഞ്ഞവർ സമയത്ത് കൈയൊടിഞ്ഞോ? നിന്നെ സഹായിക്കാവെന്ന് പറഞ്ഞവർ, നിന്റെ തലമുറയെ സഹായിക്കാമെന്ന് പറഞ്ഞവർ കൈമലർത്തിയോ? ഭാരപ്പെടേണ്ടതില്ല. ദൈവം അവരെ മാറ്റിയതാ. അവരാരുമല്ല നിന്നെ ഉയർത്തിയത്, അവരാരുമല്ല നിന്റെ തലമുറ ഉയർത്തിയത്.
സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തി. സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറയുടെ അവസ്ഥ മാറ്റും. നിന്റെ തലമുറയെ സഹായിക്കാന്ന് പറഞ്ഞവർ, വിദേശത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞവർ, പേർഷ്യയെ കൊണ്ടുപോകാന്ന് പറഞ്ഞവർ കൈയൊഴിഞ്ഞെങ്കിൽ, കൈവിട്ടെങ്കിൽ, നീ ഭാരപ്പെടുവൊന്നും വേണ്ട. നിന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് സഹായിക്കാന്ന് പറഞ്ഞവർ കൈയൊഴിഞ്ഞെങ്കിൽ നീ ഭാരപ്പെടുവൊന്നും വേണ്ട. തക്ക സമയത്ത് ദൈവം നിനക്ക് വേണ്ടി അത്യത്ഭുത വഴികളെ ഒരുക്കി തരും. ഒന്നുകൂടെ കൈയടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ. മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ, മാനുഷികമാം കൈകൾ താണു പോകുമ്പോൾ, ക്ഷാമമേശിടാത്ത കൈയൊന്നുണ്ടു സ്വർഗത്തിൽ. കൈയടിച്ച് പാടുകേ. ക്ഷാമമേശിടാത്ത കൈയൊന്നുണ്ടു സ്വർഗത്തിൽ. എൻ മൊഴികൾ ഭൂവിൽ കാതില്ലെങ്കിലും, എൻ മൊഴികൾ ഭൂവിൽ കാതില്ലെങ്കിലും, ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ. ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ. ഓ ഭൂമയർക്കുള്ള സ്നേഹം നീങ്ങി പോകുമ്പോൾ, ഭൂമയർക്കുള്ള സ്നേഹം നീങ്ങി പോകുമ്പോൾ, ക്ഷീണമേശിടാത്ത സ്നേഹമുണ്ട് സ്വർഗത്തിൽ. ക്ഷാമമേശിടാത്ത സ്നേഹമുണ്ട് സ്വർഗത്തിൽ. ഓ അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ, മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. എൻ മൊഴികൾ ഭൂവിൽ കാതില്ലെങ്കിലും, എൻ മൊഴികൾ ഭൂവിൽ കാതില്ലെങ്കിലും, ചെമ്മയായി തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ. ചെമ്മയായി തുറന്ന കാതുന്നുണ്ട് സ്വർഗത്തിൽ. ഓ ഉള്ളിലാകുല ചിന്തയുള്ള മാർത്യരേ, ഉള്ളിലാകുല ചിന്തയുള്ള മാർത്യരേ, വല്ലവന്റെ കണ്ണുകളുണ്ടി കല്ലുപാതയിൽ, വല്ലവന്റെ കണ്ണുകളുണ്ടി കല്ലുപാതയിൽ. ഓ മാനുഷികമാ കൈകൾ താണു പോകുമ്പോൾ, മാനുഷികമാ കൈകൾ താണു പോകുമ്പോൾ, ക്ഷീണിക്കാത്ത കൈ എനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ക്ഷീണിക്കാത്ത കൈ എനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇടപെടൽ നോക്കുക. ഈ ദൈവത്തിൻ്റെ സമയം തക്ക സമയമാണ്. യോസഫിനെ പൊട്ടക്കിണറ്റിൽ അവരിട്ടു. ഇട്ട സമയത്ത് മിദ്യാന്യ കച്ചവടക്കാർ വന്നു. മിദ്യാന്യ കച്ചവടക്കാർ നേരത്തെ വന്നിട്ട് പോയിരുന്നെങ്കിൽ കച്ചവടം നടക്കുമോ? താമസിച്ച് വന്നായിരുന്നെങ്കിൽ സഹോദരന്മാർ എഴുന്നേറ്റ് പോയേനെ. യോസഫ് അവിടെ കിടന്ന് ചത്തേനെ. നമ്മുടെ കർത്താവ് ഒരിക്കലും നേരത്തെ വരില്ല. അവൻ ഒരിക്കലും താമസിച്ചു വരത്തില്ല. അവൻ തക്ക സമയത്ത് ഇറങ്ങി വരുന്ന ദൈവം. നിനക്ക് തോന്നുന്നുണ്ട് ദൈവം താമസിച്ചെന്ന്. തിരികരഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും കർത്താവേ എന്താ രാത്രി പരിശുദ്ധാത്മാ പറയുക, അവൻ താമസിക്കുന്നവനല്ല. തക്ക സമയത്ത് അവൻ ഇറങ്ങി വരും. അവിടെ ദൈവിക ഇടപെടലിനെ കുറിച്ചൊരു പാദം പറഞ്ഞാൽ വിടാം. ദൈവം തൻ്റെ ദാസന് വേണ്ടി ഇടപെടുന്ന വഴികൾ നോക്കുക. ആദ്യം രൂബേനിലൂടെ, പിന്നെ യഹൂദയിലൂടെ. ദൈവാത്മാവ് ഒന്നുകൂടെ നിങ്ങളോട് പറയാൻ പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് ആരെയെങ്കിലും ഒരുക്കും. നമ്മുടെ കർത്താവ് ഇങ്ങനെ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ ഞാനിവിടെ നിന്ന് പരിശുദ്ധാത്മാവ് പറയാൻ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ തലയിൽ കൈവെക്കുന്നില്ലേ ഉള്ളൂ, ദൂത് ഞാൻ തന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് ഈ ക്രൂശിന്മേൽ കിടക്കുമ്പോൾ അവൻ്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങി അടക്കേണ്ട പത്രോസും യോഹന്നാനും അന്ത്രയോസും എല്ലാം ഓടിപ്പോയി. കൂടെ നടന്നവനെല്ലാം ഓടിപ്പോയി. സത്യത്തിൽ പത്രോസായിരുന്നു ഡെഡ് ബോഡി ഏറ്റുവാങ്ങേണ്ടത്, അല്ലെ അന്ത്രയോസായിരുന്നോ? എല്ലാവരും ഓടിപ്പോയി. കർത്താവിൻ്റെ ഡെഡ് ബോഡി ആ ക്രൂശിൽ കിടക്കുമ്പോൾ അത് വായിച്ച് ഞാൻ കരയാറുണ്ട്. അവൻ ആരുമില്ലെന്ന് വരും, അവൻ ആരുമില്ലെന്ന് വരും, അവൻ ആരുമില്ലെന്ന് വന്നു.
ആ ഡെഡ് ബോഡി അന്ന് അടക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസം ശബത്താണ്. ശബത്തിലെ യഹൂദന്മാർ ഡെഡ് ബോഡിയെ തൊടില്ല. അങ്ങനെ വന്നാൽ അതവിടെ കിടന്നാൽ കഴുകന്മാർ കൊത്തിപ്പറിക്കും, അത് ചെയ്യും. ഈ വേദപുസ്തക പ്രവചനം തെറ്റും. തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ അവൻ സമ്മതിക്കില്ല. കുറച്ച് നേരത്തെ കാര്യമില്ലാതായി. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വായിക്കുന്നത് അരിമത്യക്കാരൻ യോസഫ് നീതിമാൻ, ഹാലലൂയ ഹാലലൂയ, ധനാഢ്യനായവൻ, അവൻ ധൈര്യപ്പെട്ടു വന്ന് യേശുവിൻ്റെ ഡെഡ് ബോഡി ചോദിച്ചു. ഓ സ്തോത്രം, ഹാലലൂയ. അല്പസമയത്തേക്ക് നിനക്കാരുമില്ലെന്ന് വരും, പക്ഷെ നിനക്കാരുമില്ലാതെ വരില്ല. ഒരു ടി വി പ്രഭാഷണം നടത്തുമ്പം പരിശുദ്ധാത്മാവനോട് വിളിച്ചു പറയാൻ പറഞ്ഞു, ദൈവവേദലേ നിനക്കാരുമില്ലാതെ വരില്ല. അല്പനാളത്തേക്ക് നിനക്കാരുമില്ലെന്ന് തോന്നിയാലും നിനക്കാരുമില്ലാതെ വരില്ല. രാവിലെ കൈ ഉയർത്തി രാത്രി വാ തുറന്ന് പറ, എനിക്കാരുമില്ലാതെ വരില്ലെന്ന് പറ. കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എനിക്ക് ആരുമില്ലാതെ വരില്ലെന്ന് പറ. മക്കൾ നോക്കിയില്ലേലും, മരുമക്കൾ നോക്കിയില്ലേലും, അമ്മാച്ചൻ നോക്കിയില്ലേലും, അനന്തരവൻ നോക്കിയില്ലേലും നിനക്കാരുമില്ലാതെ വരില്ല. കരമടിച്ച ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എനിക്ക് വേണ്ടി ദൈവം ആരെങ്കിലും ഒരുക്കും. ദൈവം ആരെങ്കിലും ഒരുക്കും. നമുക്ക് ആരുമില്ലാതെ വരില്ല. സ്തോത്രം. സത്യത്തിൽ ഈ പത്രോസ് കർത്താവിൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയായിരുന്നു ഇവിടെ അടക്കിയേനെ, കടൽപ്പുറത്ത് കൊണ്ടടക്കിയത്. എന്നാൽ ദൈവം കാര്യപ്രാപ്തിയുള്ളവനെ കാര്യമേൽപ്പിച്ചപ്പോൾ ആരെ ഒരിക്കലും വെച്ചിട്ടില്ലാത്ത കല്ലിലടക്കി. ഇന്ന് രാത്രി ഒന്നുകൂടെ പരിശുദ്ധാത്മാവിൽ പറയാം, ചിലരൊക്കെ നിന്നെ കൈയൊഴിയുന്ന നല്ലതിനാ, ചിലരൊക്കെ നിന്നെ കൈവിടുന്ന നല്ലതിനാ. കാര്യപ്രാപ്തിയുള്ളവന്റെ കയ്യിൽ ദൈവം നിന്റെ കാര്യം ഏൽപ്പിക്കും. ഓ ബാബാ റഖാന സഫാരകലാഹ ദുനിയാന. ഒരു ദൂതോടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അരികിൽ നിൽക്കുന്നവൻ നിന്നെ സഹായിച്ചില്ലെങ്കിലും അകലെ നിന്ന് ദൈവം നിന്നെ സഹായിക്കാൻ ആളെ ഒരുക്കും. കൂടെ നിൽക്കുന്നവൻ കൈയൊഴിഞ്ഞാലും ദൂരെ നിന്ന് ദൈവം നിനക്കും നിന്റെ തലമുറയ്ക്കും സഹായം എത്തിക്കും. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്, കൂടെ നിന്നവൻ കൈയൊഴിഞ്ഞാലും അകലെ നിന്ന് ദൈവം നിനക്ക് സഹായം എത്തിക്കും. ഭാരപ്പെടരുത്. പിശാചി നമുക്കെതിരായി ചെയ്യുന്നത് പോലും ദൈവം നമ്മുടെ നന്മയാക്കി മാറ്റും. ഒരു കാര്യം ഇവിടെ പറഞ്ഞ ഭാഗം വിടാം. ഈ പൗലോസ് അപ്പോസ്തലൻ 4 സ്ഥലത്ത് ജയിലിൽ കിടന്നു, കാരാഗ്രഹത്തിൽ കിടന്നു, ഒത്തിരി പീഡ സുവിശേഷന് വേണ്ടി അനുഭവിച്ചു. അതിലൊരു സ്ഥലമാണ് റോമൻ കാരാഗ്രഹം. എഫെസോസിൽ കിടന്നുണ്ട്, ഫിലിപ്പിൽ കിടന്നിട്ടുണ്ട്. റോമൻ കാരാഗ്രഹത്തിൽ പൗലോസിനെ ഇട്ടത് സുവിശേഷത്തിൻ്റെ വ്യാപ്തി തടയാനാണ്. പക്ഷേ ആ കാരാഗ്രഹത്തിൽ കിടന്ന് പൗലോസ് അപ്പോസ്തലൻ ഒത്തിരി ലേഖനം എഴുതി, 17 ലേഖനങ്ങൾ എഴുതി. അതിൽ കാരാഗ്രഹത്തിൽ കിടന്ന് 4 ലേഖനം എഴുതി. അതിൻ്റെ പേരാണ് കാരാഗ്രഹ ലേഖനം. അപ്പോൾ ഈ കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടപ്പോൾ അവിടെ കിടന്ന് ലേഖനം എഴുതി. പക്ഷേ ഈ വയോവൃദ്ധൻ എന്താണ് ഈ കുത്തിക്കുറിക്കുന്നതെന്ന് ദൈവദാസ ജയിലധികാരികൾക്ക് മനസ്സിലായില്ല. കൂടെ കിടന്ന പടയാളികൾക്ക്, തടവുകാർക്ക് മനസ്സിലായില്ല. എന്ന് പറഞ്ഞാൽ റോമാ ഗവൺമെൻറ്റിൻ്റെ മൂക്കിന് താഴെ കൊണ്ടിട്ട് ദൈവം തൻ്റെ അഭിഷക്തനെ കൊണ്ട് വേദപുസ്തകം എഴുതിപ്പിച്ചത്. രാത്രി ഒന്നുകൂടെ ദൈവാത്മാവ് പറയുന്നു, ദുഷ്ടപിശാചി കാണാത്തൊരു മറവിടം എവിടെയും നിനക്ക് വേണ്ടി ഒരുക്കാൻ എൻ്റെ ദൈവശക്തനത്രേ. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ ആരാധിക്ക്. പിശാചി കാണാത്തൊരു മറവിടം ദൈവം ഒരുക്കും. ഹല്ലേലൂയ. പൗലോസ് എന്ത് ചെയ്യുന്നവർക്ക് മനസ്സിലായില്ല. ഇതാണ് ദൈവത്തിൻ്റെ കൃപ. അപ്പോൾ ഞാൻ പറഞ്ഞത് പീഡിപ്പിച്ചത് ഇല്ലാതാക്കാനാണ്, പക്ഷേ സഭ വ്യാപിച്ചു. നമ്മൾ വായിച്ച വേദഭാഗം ഒന്നുകൂടെ വായിക്കാം. അവിടെ തുടക്കം 4-ാം വാക്യം 8-4. അവിടുത്തെ പ്രധാന പദങ്ങൾ നമുക്ക് ചിന്തിക്കാം. ചിതറിപ്പോയവർ വായിച്ചു. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ തുടക്കം ചിതറിപ്പോയവർ അവിടെ സഞ്ചരിച്ചു.
സുവിശേഷം പ്രസംഗിച്ചു. അപ്പം സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്കാക്കി ദൈവം അത് മാറ്റി. സ്തോത്രം, സ്തോത്രം. ഈ മോശയെ 3 മാസം അപ്പനും അമ്മയും നോക്കി വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ, അവസാനം ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഞാങ്ങണപ്പെട്ടകമുണ്ടാക്കിയതിൽ അകത്തും പുറത്തും കീല് തേച്ച് ഈ പെറ്റതള്ള പെങ്ങളുമൊക്കെ ഈ കുഞ്ഞിനെ മാറി മാറി ഉമ്മ കൊടുത്തിട്ട് നീലനദിയിലേക്ക് വലിച്ചെറിഞ്ഞല്ല ഒഴുക്കി വിട്ടു, നൈൽ നദിയിലേക്ക്. നൈൽ നദിയുടെ പ്രത്യേകത പാപ്രസ് ചെടികൾ ഇടതൂർന്ന് വളരുന്നതും കൈവഴികളുള്ളതുമാണ്. അവിടെയെല്ലാം ചീങ്കണ്ണികളുടെ വികാരരംഗമാണ്. ഞാനതിലൂടെ നീലനദിയിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്നവരും ഇസ്രായേലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചീങ്കണ്ണികളുടെ വികാരരംഗത്തേക്ക് 3 മാസം പ്രായമായി കുഞ്ഞിനെ മാറി മാറി ഉമ്മ കൊടുത്ത് അയച്ചു. അപ്പം അവിടെ അവർക്ക് നിർവാഹമില്ലാതെ വന്നു. 3 മാസം കാത്തു. പിന്നെ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഈ ജനിക്കുന്ന കുഞ്ഞ് കരയുമല്ലോ, കരയുമ്പോൾ അടുത്ത കാലം അറിയും. അതുകൊണ്ട് അതിനെ ഒഴുക്കി വിട്ടു. എല്ലാ സ്നേഹവും അത്രയേ ഉള്ളൂ. കാരണം അവരുടെ കാര്യം വന്നപ്പം അവരതിനെ ഒരുക്കി വിട്ടു. ഞാൻ കൂടെ പറയും, നിൻ്റെ അപ്പന് നിന്നെ സഹായിക്കുന്നതിന് പരിധിയുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് സഹായിക്കുന്നതിന് പരിധിയുണ്ട്, നിൻ്റെ പണത്തിന് സഹായിക്കാനും സ്വാധീനതയ്ക്ക് സഹായിക്കാനും പരിധിയുണ്ട്. എന്നാൽ പരിമിതി കൂടാതെ നിന്നെ സഹായിപ്പാൻ കഴിവുള്ളവൻ സർവശക്തനായ ദൈവമാണ്. അപ്പോൾ ഈ ഞാങ്ങണ ചെടികളുടെ ഇടയിലേക്ക് ഈ കുഞ്ഞിനെ ഒഴുക്കി വിടുമ്പോൾ ചീങ്കണ്ണികളുടെ വികാരരംഗമാണ്. മനുഷ്യമാംസത്തിൻ്റെ ഗന്ധമടിച്ചാൽ ഇതിനെ വെട്ടി വിഴുങ്ങും. സ്തോത്രം. അവിടെ കൈക്കൊച്ചിനെ വിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ പെങ്ങൾ നോക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ഈ 3 വയസ്സുള്ള കുഞ്ഞിനെ ഈ നീലനദിയിലേക്ക് ഒഴുകിയിടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നീലനദിയുടെ അഗാധത്തിലേക്കൊരാജ്ഞ പാഞ്ഞുപോയി, ചീങ്കണ്ണികളുടെ നേർക്ക് തൊട്ടുപോകരുതെന്ന്. രാത്രി ദൈവാത്മാവ് പറയുന്നു, അവൻ നിനക്ക് വേണ്ടി ചീങ്കണ്ണികളോട് കൽപ്പിക്കുന്ന ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി അധികാരികളോട് കൽപ്പിക്കുന്ന ദൈവമാണ്. ഷമറഖുനിയ, അവൻ നിനക്ക് വേണ്ടി ഭരണാധികാരിയോട് കൽപ്പിക്കുന്ന ദൈവമാണ്. അവൻ നിനക്ക് വേണ്ടി മേലുദ്യോഗസ്ഥനോട് കൽപ്പിക്കുന്ന ദൈവമാണ്. ഈ വീഡിയോയിലൂടെ ദൂരെയൊക്കെയോ ആരോ പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കും നിന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, അവൻ നിനക്ക് വേണ്ടി അധികാരികളോട് കൽപ്പിക്കും. കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. നിനക്ക് വേണ്ടി അവൻ ഭരണാധികാരികളോട്, മേലുദ്യോഗസ്ഥനോട്, ഉന്നത ഉദ്യോഗസ്ഥന്മാരോട് അവൻ കൽപ്പിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. തൊട്ടുപോകരുതെന്ന് പറഞ്ഞു. ചീങ്കണ്ണികൾ തൊട്ടില്ല. എന്നാൽ നമ്മൾ പിന്നെ അവിടെ വായിക്കുന്നത്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഫറവോൻ്റെ പുത്രി അവിടെ കുളിക്കാൻ വന്നു. ഫറവോൻ്റെ പുത്രി അവിടെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ അവിടെ ഒഴുക്കി വിടുവോ? ഇല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ ഫറവോൻ്റെ പുത്രി വന്നു. ഫറവോൻ്റെ പുത്രി ഈ കുഞ്ഞിനെ കണ്ടാൽ ഉടനെ പറയേണ്ടത് വാളെടുക്കുവീൻ വെട്ടുവീൻ എന്നാ, അല്ലെങ്കിൽ വലിച്ചെറിവീൻ നീലനദിയുടെ ആഴങ്ങളിലേക്കെന്നാ. എന്നാലും ഇന്ന് രാത്രി ഞാൻ പറയാം, ചീങ്കണ്ണികളോട് കൽപ്പിച്ച ദൈവം തന്നെ ഫറവോൻ്റെ പുത്രിയോടും കൽപ്പിച്ചു, തൊട്ടുപോകരുത്. അതെ, നിനക്ക് വേണ്ടി അവൻ അധികാരികളോട് കൽപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പിശാചി പദ്ധതി ഇട്ടത് ചീങ്കണ്ണിയിൽ നിന്ന് രക്ഷപ്പെട്ടാലും ഫറവോൻ്റെ പുത്രിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടരുതെന്നാ. ഈ ഫറവോൻ്റെ പുത്രി കൈ വെച്ചപ്പം മോശയുടെ പെങ്ങള് ചങ്ക് പടപട ഇടിക്കുന്നുണ്ടായിരുന്നിരിക്കാം. എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം അവർ ഫറവോൻ്റെ പുത്രി അന്ന് വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഒഴുക്കി വിടത്തില്ല. എന്നാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. നിൻ്റെ പ്ലാനല്ല ദൈവത്തിൻ്റെ പ്ലാൻ, നിൻ്റെ പദ്ധതിയല്ല ദൈവത്തിൻ്റെ പദ്ധതി. മോശ മിസ്രയീമിലെ സകല ജ്ഞാനവും അഭ്യസിക്കണമെങ്കിൽ ഫറവോൻ്റെ പുത്രിയുടെ വീട്ടിൽ ചെന്നേ ഒക്കത്തുള്ളൂ. മോശ ജനിക്കും മുമ്പ്
ഫറവോൻ ഉണ്ടാകും മുമ്പ്, ഫറവോൻ്റെ പുത്രി ജനിക്കും മുമ്പ് സ്വർഗത്തിലെ ദൈവം എഴുതി വച്ചിരുന്നു, മോശക്കുഞ്ഞ് ഫറവോൻ്റെ കൊട്ടാരത്തിൽ പിച്ച വെച്ച് നടക്കണമെന്ന്. ഫറവോൻ്റെ ഖജനാവിൽ നിന്ന് മോശക്കുഞ്ഞിന് വേണ്ടി മോശയുടെ അമ്മയ്ക്ക് ശമ്പളം കൊടുക്കണമെന്ന് തമ്പുരാൻ എഴുതി വെച്ചു. ഒന്നുകൂടെ ദൈവാത്മാവ് നിന്നോട് പറയുന്നു, പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കൈയടിച്ച് വാ തുറന്ന് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദുഷ്ടപിശാചികൾക്ക് വിളിച്ചു പറ, ദുഷ്ടപിശാചേ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള, എൻ്റെ സഭയെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികളെ ദൈവം പരാജയപ്പെടുത്തും. ദൈവത്തിന്റെ പദ്ധതി നിറവേറപ്പെടും. പ്രൈസ് ദി ലോർഡ്. അതാ ഞാൻ പറഞ്ഞത്, പിശാച് ഫറവോന്റെ പുത്രിയുടെ കയ്യിലോട്ട് മോശയെ ഏൽപ്പിച്ചപ്പോൾ സന്തോഷിച്ചു. പക്ഷെ ദൈവം അത് നന്മയാക്കി മടക്കി വരുത്തി. സ്തോത്രം. ഇവിടെ ചിതറിപ്പോയവർ അവിടെ സന്ദർശിച്ചു. പീലിപ്പോസ് ശമരിയ പട്ടണം ചെന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ആരാണ് പീലിപ്പോസ്? ഒന്ന്, പീലിപ്പോസ് എന്ന പദമാണ്. ഫിലിപ്പോസ് ആരാണെന്ന് അറിയണമെങ്കിൽ നമുക്കറിയാമെങ്കിലും 6-ാം അധ്യായം 1 മുതൽ വായിച്ചാട്ട് 6:1. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. അടുത്തത്, ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്. നമുക്കറിയാം 7 പേരെ തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചാൽ നമ്മൾ വായിച്ച പോലാണ്, മേശമേൽ ശുശ്രൂഷിപ്പാൻ, അപ്പം ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാൻ, വരവ് ചെലവ് കണക്ക് നോക്കാൻ 7 പേരെ തിരഞ്ഞെടുത്തു. അവിടെ ഈ അപ്പോസ്തലന്മാർ പറഞ്ഞുകൊണ്ട്, ഞങ്ങളോ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കാം, നിങ്ങൾ ഈ കാര്യമൊക്കെ നോക്കണം. അതിൽ 2 പേരാണ് സ്തേഫാനോസും ഫിലിപ്പോസും. പക്ഷേ ഈ അപ്പം വിതരണം ചെയ്യാൻ, ഭക്ഷണം വിതരണം ചെയ്യാൻ, വരവ് ചെലവ് കാര്യങ്ങൾ നടത്താൻ ആണെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ യോഗ്യത എന്നെ അതിശയിപ്പിക്കുന്ന, ആത്മാവും ജ്ഞാനവും നിറഞ്ഞവർ, വിശ്വാസവും നല്ല സാക്ഷ്യവുമുള്ളവർ. പെന്തക്കോസ്ത് സഭകളിൽ പണ്ട് തമ്പയർ അടിക്കണമെങ്കിൽ പോലും അഭിഷേകം പ്രാപിച്ചവൻ വേണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കൂടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മെ വ്യത്യസ്തരാക്കുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകമാണെന്ന് മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ഈ അമ്പര ചുംബികളായ ദൈവാലയങ്ങൾ വിട്ട് ഈ ആരാധന കൂടി വന്നത് നല്ല മനോഹരമായൊരു ആരാധനാലയമാണ്. സ്തോത്രം. പക്ഷേ നമുക്ക് ആദ്യമേ ഇത്രയും സൗകര്യമൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ പോലും നമ്മളിവിടുത്തെ സാമുദായിക സഭകളുടെ പള്ളികൾ വെച്ച് നോക്കിയാൽ നമ്മുടെ ഇതൊന്നും വലുതല്ല. അപ്പം ഈ വലിയ പള്ളികളും ഓഡിറ്റോറിയങ്ങളും ഒക്കെ വിട്ട് ജനം പെന്തക്കോസ്റ്റിലേക്ക് വന്നത് പ്രൈസ് ദി ലോർഡ് ഹോളിൻ്റെ വലിപ്പമോ ഭംഗിയോ കണ്ടല്ല, ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകം കണ്ടാണ്, ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി കണ്ടാണ്. ഒന്നുകൂടെ കൈകൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ട്. ഇവിടെ നടക്കുന്ന വിടുതൽ കണ്ട, ദൈവശക്തി കണ്ട, ഹോള് കണ്ടാരും അകത്ത് വരത്തില്ല, ഓഡിറ്റോറിയം കണ്ടാരും അകത്ത് വരത്തില്ല. ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകം കണ്ട, ദൈവശക്തി കണ്ട ഇതിനകത്തേക്കാണ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളത് പഠിക്കണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്, എനിക്ക് സന്തോഷമാണ് ഇവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രധാനമായി നമ്മൾ കൊടുക്കണം, നിങ്ങൾ 21 ദിവസം ഉപവസിക്കുന്നതിന് അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ തലമുറ അഭിഷേകം പ്രാപിക്കാനാണ്. സ്തോത്രം. ഞാൻ എപ്പോഴും വലിയ യോഗങ്ങളിൽ പറയും, നിങ്ങളുടെ മക്കൾ ഡോക്ടറാകുന്ന നല്ല കാര്യമാണ്, എഞ്ചിനീയറാകുന്ന നല്ല കാര്യമാണ്. അതിനേക്കാൾ നല്ല കാര്യമാണ് നിൻ്റെ കണ്ണടയും മുമ്പ് നിൻ്റെ കുഞ്ഞുങ്ങൾ ആത്മീയരായിത്തീരുന്നത്. മക്കൾ ഡോക്ടറാകുമ്പോൾ സ്തോത്രം പറ, എഞ്ചിനീയർ ആകുമ്പോൾ ദൈവത്തെ സ്തുതിക്ക്, റാങ്ക് നേടുമ്പോൾ സ്തുതിക്ക്. എന്നാൽ തുടിക്കുന്ന ഹൃദയത്തോട്, തുളുമ്പുന്ന കണ്ണുകളോട് നീ ദൈവത്തെ സ്തുതിക്കണം. എപ്പോഴെന്നറിയാമോ? നീ ആരാധിക്കുന്ന ഹോളിൽ നിന്റെ മുമ്പിൽ നിന്റെ കുഞ്ഞെ മുട്ടിന്മേൽ നിന്ന് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്ന കാണുമ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞ കവിഞ്ഞൊഴുകണം. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറ നമ്മുടെ കയ്യിൽ നിന്ന് പോകും മുമ്പ് അവർ അഭിഷേകം പ്രാപിച്ചെന്ന് ഉറപ്പ് പ്രാപിക്കണം. കാരണം ദൈവിക അഭിഷേകമുള്ളവനെ തകർക്കാൻ ലോകത്തിലൊരു ശക്തിയും കഴിയില്ല.
നമ്മെ വ്യത്യസ്തരാക്കുന്നത് അഭിഷേകമാണ്, ആത്മനിറവാണ്, ദൈവകൃപയാണ്. അപ്പം മേശമേൽ ശുശ്രൂഷിപ്പാനായി തിരഞ്ഞെടുക്കപ്പെട്ട 7 പേർ, അതിൽ 2 പേർ ഫിലിപ്പോസ്, സ്തെഫാനോസ്. അവർ പേര് പറയപ്പെട്ട അപ്പോസ്തലന്മാരെക്കാൾ വലിയ ശുശ്രൂഷകൾ ചെയ്തു. അതിലെനിക്ക് പ്രധാനമായി തോന്നുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. നിങ്ങൾ വരവ് ചെലവ് കാര്യങ്ങൾ നോക്കുക. എൻ്റെ ഭാഷയിൽ അങ്ങ് പറയുക, ഞങ്ങൾ ഈ കാര്യമൊക്കെ ചെയ്തോളാം, നിങ്ങൾ അവിടെ ഒതുങ്ങി അവിടെ നിന്നോളാം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു ഒതുക്കൽ, അവിടെ കാര്യങ്ങൾ ചെയ്തോ, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഞാൻ പറയാം, ലോകത്തിൽ ആരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും നിൻ്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നീ ഒതുങ്ങിപ്പോകയില്ല. ദൈവത്തിൻ്റെ അഭിഷേക്ത നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ ഏതൊക്കെ സംഘടന നിന്നെ ഒതുക്കാൻ നോക്കിയാലും നീ ഒതുങ്ങിപ്പോകില്ല. ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഞാൻ ഒതുങ്ങിപ്പോകില്ലെന്ന് പറ. ആർക്കും നിന്നെ ഒതുക്കാൻ കഴിയില്ല. ദൈവം കണ്ടവനെ ഒതുക്കാൻ, ദൈവം വിളിച്ചവനെ ഒതുക്കാൻ ലോകത്തോട് ശക്തി കഴിയില്ല. സ്തോത്രം, സ്തോത്രം. ദാവീദിനെ കാട്ടിൽ വിട്ടത് അവിടെ വെച്ച് ഒതുക്കാനാണ്, അവിടെ ഒതുക്കാനാണ്. പക്ഷെ ദാവീദ് ഒതുങ്ങിയില്ല. ഞാൻ അനേക പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ദൈവന്യായവിധി എന്ന പുസ്തകം എഴുതുന്ന ടൈറ്റിൽ ഞാൻ ഇങ്ങനെ എഴുതി, ഒരു അഭിഷക്തനെ കാട്ടിൽ വിട്ടാൽ അവൻ പാട്ടും പാടി തിരികെ വരും. എന്നോട് പറയാം, അഭിഷക്തനെ കാട്ടിൽ വിട്ടാൽ അവൻ പാട്ടും പാടി തിരികെ വരും. ഈ ദാവീദ് കാട്ടിൽ പോയത് എത്ര നന്നായി ഇല്ലേ? ദൈവദാസന്മാരായ നമ്മുടെ കാര്യം കഷ്ടമായനെ. എല്ലാ ഞായറാഴ്ചയും ട്രഷറി ഓഫ് ഡേവിഡ് ദാവീദിൻ്റെ കലവറയെന്നെടുത്തങ്ങ് വിളമ്പുമല്ലേ. അന്നൊരു ദാവീദ് കാട്ടിൽ പോയി നന്നായി. കാട്ടിൽ പോകുന്നവന് പാട്ടുണ്ട്, കാട്ടിൽ പോകുന്നവനെ പാട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് കാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു, എന്നാൽ ശൗല് നാട്ടിൽ നിന്ന് രാജാവായവനായിരുന്നു. നാട്ടിൽ നിന്ന് രാജാവാകുന്നവനുമുണ്ട്, കാട്ടിൽ നിന്ന് രാജാവാകുന്നവരുമുണ്ട്. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാം. അവിടെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്കറിയാം, അവിടെ സ്തോത്രം കേട്ടാൽ നിങ്ങൾക്കറിയാം, അവരുടെ പാട്ട് കേട്ടാൽ നിങ്ങൾക്കറിയാം. ദാവീദ് പറഞ്ഞു, അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാവീദിന് യുദ്ധാഭ്യാസം കിട്ടിയത് സൗലിൻ്റെ സൈനിക കോളേജിൽ നിന്നല്ലായിരുന്നു, സ്വർഗത്തിലെ സൈനിക കോളേജിൽ നിന്നായിരുന്നു. എത്ര പേർക്ക് കരമടിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും? ദൈവം നിന്നെ കാട്ടിൽ വിട്ടത് അവിടെ തകർക്കാനല്ല, പുതിയ പാട്ട് തന്നെ നിന്നെ വഴി നടത്താനാ, പുതിയ ദർശനം തന്ന് വഴി നടത്താനാ. ഈ ജീവിതയാത്ര ഉണ്ടാകുന്ന ഏകാന്തതകൾ, ഒറ്റപ്പെടുത്തലുകൾ നിന്നെ തകർക്കാൻ വേണ്ടിയുള്ളവയല്ല. ദൈവം ഇതിലെ പുതിയ ദർശനം നൽകി നിന്നെ വഴി നടത്താൻ വേണ്ടിയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, എന്തുകൊണ്ട് എനിക്കിത് വന്നു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യാതെ മുട്ടിമേൽ നിൽക്കുക, കരയാൻ തുടങ്ങുക, പ്രാർത്ഥിപ്പാൻ തുടങ്ങുക. മേലാൽ സംഭവിപ്പാനുള്ള ദൈവം നിന്നെ അറിയിക്കും. നിൻ്റെ കുടുംബത്തിനുള്ള ദൂത്, നിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള ദൂത്, നിൻ്റെ സഭയ്ക്കുള്ള ദൂത് ദൈവം നിന്നെ പരമേൽപ്പിക്കും. കഷ്ടതകളിൽ ദർശനമേറ്റു വാങ്ങുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഗായക സംഘവും കൊയറും ഒക്കെ നിങ്ങൾക്കുണ്ട്. സ്റ്റാൻലി അനുഗ്രഹീത ഗായകനാണ്. ഇവരോടൊക്കെ ചോദിച്ചു നോക്കി, നമുക്കറിയാം ഈ ഗാനങ്ങൾ, പല ഗാനങ്ങൾ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സഭകളിലെല്ലാം അത് പാടും. ഭയങ്കര ഓളമായിരിക്കും, ഒരു കുറേ നാളത്തേക്ക് ആ പാട്ട്, അല്ലേ വാസ്വേ? ഇനി കുറേ നാളത്തേക്ക് പാട്ട്, പിന്നെ ആ പാട്ടങ്ങ് പോകും, അടുത്ത പാട്ട് വരും. എന്നാൽ നിങ്ങൾക്കറിയാമോ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭക്തന്മാർ പാടിയിട്ടിട്ട് പോയ പാട്ടുകളുണ്ട്, അതിൻ്റെ പുതുമ അവസാനിക്കുന്നു. 1.5 മണിക്കൂറത്തെ പ്രസംഗത്തെക്കാൾ ചിലപ്പോൾ ഒരു പാട്ടിൻ്റെ 2 അടികൾ നിങ്ങളെ ധൈര്യപ്പെടുത്തും. നിങ്ങളെ വലിയ ഭാരത്തോടിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും ഒരു പാട്ടിൻ്റെ അടി ദൈവം നിങ്ങളുടെ ഉള്ളിലേക്ക് തരും. നിങ്ങൾ ധൈര്യപ്പെടില്ലേ? അതെന്താ ആ പാട്ട് പഴകാത്തത്? അതെന്താന്ന് ഞാൻ പറയാം. ആ ദൈവദാസൻ, ആ ദൈവദാസി, അഭിഷക്തൻ തീക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ കൂടെ തമ്പുരാനും ഇറങ്ങി നിന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് വായിൽ ഉള്ളിൽ കൊടുത്ത ഗാനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറയും, നിങ്ങളുടെ ഹൃദയം നിറയും. ഒന്നുകൂടെ പറയാം, ഈ സ്റ്റേജിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു അഭിഷക്തൻ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ
നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം നിറയെങ്കിൽ ഓർത്തോണം, എപ്പോഴോ ആ ദൈവദാസന് ആ വേദനയിലൂടെ കടന്നുപോയപ്പം ദൈവം തൻ്റെ ദാസനെ ധൈര്യപ്പെടുത്തി നൽകിയ ദൂതുകൾ നിങ്ങൾക്ക് പകരുമ്പോഴാ നിങ്ങളുടെ ഉള്ളം കത്തുന്നത്. ഓഹോ ശമറകനി ഉടമ റകുന ഹസുന ഹതുനിയ. ഹല്ലേലൂയ. A sermon born in heart, that ritually heard. A sermon born in spirit, that ritually spirit. A sermon born in heart, that ritually heart. തലച്ചോറിൽ ഉടലെടുക്കുന്ന പ്രസംഗം തലച്ചോറിനെ സ്പർശിക്കും. ആത്മാവിൽ ഉടലെടുക്കുന്ന ആത്മാവിനെ തൊടും. ഹൃദയത്തിൽ ഉടലെടുക്കുന്നത് ഹൃദയത്തെ തൊടും. ഹൃദയത്തെ തൊടുന്ന ദൂത് കിട്ടണോ? ആത്മാവിനെ തൊടുന്ന ദൂത് കിട്ടണോ? ഇടയ്ക്കിടയ്ക്ക് നീ കഷ്ടതയിലേക്ക് ഇറങ്ങണം, നീ വേദനയിലേക്ക് ഇറങ്ങണം, നീ കർത്താവും നീയും തന്നെ സഞ്ചരിക്കണം. Praise the Lord. വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളാവോ, വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളാവും, മുമ്പും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും, മുമ്പും പിമ്പുമായവൻ അൻപോടെന്നെ നടത്തും. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭ ഇതുപോലെ പുതിയ ദൈവമക്കൾ നിറഞ്ഞ സഭയാണ്. 70% ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസി വന്നവരാ. ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇതുപോലെ ചില നിൽക്കുമ്പോൾ ചില ഗാനങ്ങൾ ദൈവം എനിക്ക് തരും. ഞാൻ പാട്ടുകാരനൊന്നുമല്ല, പാട്ട് പറയാനേ എനിക്കറിയൂ. ഇവരുടെയൊക്കെ ധൈര്യത്തിലായി പറയുന്നത്. വളരെ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലൂടെ ഒരിക്കൽ ഞാൻ പോയി. എനിക്കെതിരെ RSS കാര്യാലയത്തിലും BJP കാര്യത്തിലും ഒക്കെ വേറെ ആരുമല്ല, വെള്ള ധരിച്ചുകൊണ്ട് നടക്കുന്നവനാ കൊണ്ടുവന്ന് പരാതി കൊടുത്ത്. ഞാൻ പാസ്റ്ററെ 40 വർഷമായി കേട്ടോ, 4 പതിറ്റാണ്ടായി സുവിശേഷം പറഞ്ഞു. അറിയാതിരിക്കുമല്ലോ അല്ലേ, അനുഭവം പറയണമെന്നുള്ള പറഞ്ഞല്ലോ. എന്നോട് സുവിശേഷ ലോകത്തിലെ ഏറ്റവും അധികം എതിർപ്പ് എവിടുന്ന പീഡനം സഹിക്കേണ്ടി വന്നെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ്. സ്തോത്രം. അപ്പോൾ ഈ വെള്ളയിട്ടുകൊണ്ട് നടന്ന് ഈ പുസ്തകം കൊണ്ട് ഉപജീവിക്കുന്ന ഒരുത്തം കൊണ്ടുവന്ന് പരാതി കൊടുത്ത് RSS കാര്യാലയത്തിൽ അവിടെയുള്ള ദൈവമക്കളെ എല്ലാം പേരെഴുതി, ഹിന്ദു സഹോദരങ്ങളുടെ വിശ്വാസം പേരെഴുതി മതപരിവർത്തനം നടത്തുമ്പോൾ അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അന്ന് എനിക്ക് വിഷമം തോന്നി. ഞാൻ പ്രസംഗപീഠത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവ് ഈ പാട്ട് തന്നു. എന്താ പാട്ട്? വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളം, വൻപിച്ച ലോകത്തിര കമ്പം തിരുവോളം, മുമ്പും പിമ്പുമായവൻ അൻപോടെന്നെ നടത്തും, മുമ്പും പിമ്പും ആയവൻ അൻപോടെന്നെ നടത്തും. കർത്താവിനോട് പറഞ്ഞു, മോനെ, ഈ തിരമാലകൾ ഉയർന്നു പൊങ്ങും, ഈ കാറ്റുകൾ ഉയർന്നു പൊങ്ങും, പക്ഷെ അത് നിന്നെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഓ ഇതിനപ്പുറത്ത് ഞാൻ നിന്നെ കൊണ്ടു നിർത്തും. ആരോടൊക്കെയോ ദൈവാത്മാവിന്റെ രാജ്യം പറയുക, ഈ തിരമാല ഉയർന്നു പൊങ്ങും, ഈ കാറ്റുകൾ ഉയർന്നു പൊങ്ങും, നിന്നെ തൊടാൻ ദൈവം സമ്മതിക്കില്ല. ഇതിനപ്പുറത്ത് ദൈവം നിന്നെ കൊണ്ടു നിർത്തും. തിരമാലകൾക്കപ്പുറത്ത്, കാറ്റുകൾക്കപ്പുറത്ത്, കൊടുങ്കാറ്റുകൾക്കപ്പുറത്ത് ദൈവം നിന്നെ കൊണ്ടു നിർത്തും. ലോകത്താരെല്ലാം നിന്നെ ഒതുക്കാൻ നോക്കിയാലും നിന്റെ മേൽ അഭിഷേകമുണ്ട്, നീ ഒതുങ്ങിപ്പോകയില്ല. കാട്ടിൽ പോയവ ദാവീദ് പാടി 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 136 സങ്കീർത്തനം എത്തിയപ്പം പാടി, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, ബാക്കി പറ, അവൻ നല്ലവനല്ലോ. ഒരു ഭക്തന് പാടാനുണ്ട്, കാട്ടി പോകേണ്ടി വന്നാലും എൻ്റെ ദൈവം നല്ലവനല്ലോ, അവൻ്റെ ദൈവം എന്നേക്കുമുള്ളത്. കേട്ടോ, ഇതും കൂടെ അത് ഉള്ളിൽ കയറണം. നമ്മൾ ആശിക്കുന്നതും ആഗ്രഹിക്കുന്നതും കിട്ടുമ്പോൾ മാത്രമല്ല, പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോഴും ആഗ്രഹിക്കാതെ നടക്കുമ്പോഴും പറഞ്ഞ എൻ്റെ ദൈവം നല്ലവനാ. അത് പാടാ കൃപ കിട്ടിയ യഥാർത്ഥ ഭക്തൻ. ഈ ദാവീദ് കാട്ടിപ്പോയ വർത്താനം പറയാൻ ആളില്ല,
ആടുകളോടാണ് വർത്താനം പറയുന്നത്. എന്നെ ആട് മിണ്ടാപ്രാണിയോട് എന്താ വർത്താനം പറയാനാ? അങ്ങനെ ഇരുന്നപ്പോൾ അവൻ മനസ്സിലാക്കി ഈ ആടിനോട് പറയുന്നതിനേക്കാൾ നല്ല ദൈവത്തോട് പറയാമെന്ന്. ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തോട് ആദ്യം അവൻ സംസാരിക്കാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പം ദൈവം അവനിലൂടെ ജനത്തോട് സംസാരിക്കാൻ തുടങ്ങി. നീ ദൈവത്തോട് സംസാരിച്ച് തുടങ്ങ്. കുറച്ച് കഴിയുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. തുടർന്ന് ദൈവം നിന്നിലൂടെ ജനത്തോട് സംസാരിക്കും. അങ്ങനല്ലേ? ഏകാന്തത അനുഭവിച്ചവനെ കൊണ്ട് അനേകരുടെ ഏകാന്തത മാറുന്ന പാട്ട് ദൈവം എഴുതിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, ആരൊതുക്കാൻ നോക്കിയാലും ദൈവത്തിൻ്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ നീ ഒതുങ്ങിപ്പോകയില്ല. ദൈവകൃപയുള്ളവനെ കൊണ്ട് ദൈവം ചെയ്യേണ്ടതൊക്കെ ചെയ്യിക്കും. അടുത്ത പദം നമ്മുടെ സമയം പോകുന്നതുകൊണ്ടാണ് വേഗത്തിൽ ഞാൻ പറഞ്ഞത്. ശമരിയ എന്നുള്ളതാണ്. ശമരിയ പട്ടണം ചെന്നു. ശമരിക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെഹൂദയിലും യെരൂശലേമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോടോ എൻ്റെ സാക്ഷികളാകണം. ശമരിയക്കാരുമായി അവർക്ക് സമ്പർക്കമില്ലായിരുന്നു. ശമരിയ സ്ത്രീയോട് യേശു വെള്ളം ചോദിച്ചപ്പം, യഹൂദനായ നീ എന്നോട് വെള്ളം ചോദിക്കുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഈ വേർപാണ്ട് നടിച്ചുവർ ഇടിച്ചു കളയുന്നതാണ് സുവിശേഷം. സുവിശേഷത്തിന് ഉച്ചനീതിത്വവും വലിപ്പച്ചെറുപ്പവും ഒന്നുമില്ല. സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് സുവിശേഷം. ഞാനൊന്നുകൂടെ നിങ്ങളോട് പറയാം, ഇവിടുത്തെ കേരളത്തിലെ ചില പ്രധാന ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കൾക്കേ പ്രവേശനമുള്ളൂ. മക്കയിൽ മുസ്ലിങ്ങളല്ലാതെ ആ റോഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, അമുസ്ലിങ്ങൾ ഇതിനവിടെ കയറരുതെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നെല്ലാവർക്കും വരാവുന്ന ഒരിടമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ സന്നിധാനം, നമ്മുടെ കർത്താവിൻ്റെ സന്നിധാനം. സുവിശേഷ ജാതിയും മതവും വർഗവും ഇല്ല. അതുകൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ചുകൊണ്ട് സ്തോത്രം പറയുന്നത്. എന്നാൽ ഈ ശമരിയ പട്ടണത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് മനസ്സിലാക്കണം. ശമരിയ, ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 51 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരൂശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുൻപായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ? സിസ്റ്റർ പിന്നെ വായിക്കണം. അപ്പൊ ഈ പീലിപ്പോസ് എന്ന അഭിഷക്തൻ അവിടെ ചെല്ലും മുമ്പ് ആരവിടെ ചെന്നതാ? യേശു കർത്താവ് ചെന്നു. യേശു കർത്താവിലൂടെ ആര് ചെന്നെന്ന് അവിടെ ഇരിക്കുന്നത്? യാക്കോവും യോഹന്നാനും എന്ന് പറഞ്ഞാൽ പേരറിയപ്പെട്ട സുവിശേഷകനോ അപ്പോസ്തോലനോ ഒന്നും അല്ലാത്ത പീലിപ്പോസ് അവിടെ ചെല്ലും മുമ്പ് 2 വമ്പന്മാരവിടെ ചെന്നതാ, 2 ശ്രേഷ്ഠന്മാരവിടെ ചെന്നതാ. പക്ഷെ ഒന്നും നടക്കാതെ തിരികെ പോന്നു. വിവാസപ്രാർത്ഥനയുടെ 17-ാമത്തെ രാത്രിയിൽ ചിലരോട് ദൈവാത്മാവ് വീണ്ടും പറയുന്നു, നിന്നേക്കാൾ പേരും പെരുമയും പ്രശസ്തിയുമുള്ളവർ ചെന്നിട്ടൊന്നും നടക്കാത്തിടത്ത് അഭിഷേകമുള്ള നിന്നെ അയച്ച്, കൃപയുള്ള നിന്നെ അയച്ച്, വിളിയുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു. ശക്തിയോട് കരമടിച്ച് ദൂതാത്മാവിൽ ഏറ്റെടുക്കാം. നിന്നേക്കാൾ പ്രശസ്തിയുള്ളവർ, നിന്നേക്കാൾ പേരുള്ളവർ, നിന്നേക്കാൾ പെരുമയുള്ളവർ പോയിട്ട് ഒന്നും നടക്കാത്തിടത്ത് കൃപയുള്ള നിന്നെ അയച്ച്, അഭിഷേകമുള്ള നിന്നെ അയച്ച് ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ പീലിപ്പോസ് അവിടെ ചെല്ലും മുമ്പ് ശമരിയ പട്ടണത്തിൽ യാക്കോബും യോഹന്നാനും ചെന്നു. യേശുവിനെ അവർ കൈക്കൊണ്ടില്ല. ഉടനെ യാക്കോബ് യോഹന്നാനും കർത്താവിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി ഇവരെ നശിപ്പിക്കാൻ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. വായിച്ചു സിസ്റ്റർ, അടുത്ത വാക്യം വായിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. അടുത്തത്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവ് തിരിഞ്ഞ് ആരെ ശാസിച്ചു? യാക്കോബിനെയും യോഹന്നാനെയും. ശാസിക്കാന്ന് പറയാൻ നിങ്ങൾക്ക് അറിയാം എന്താ ശാസിക്കുന്നത്? ഭവിഷ്യാജ്. എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഒന്ന് പറയുന്നത്, നിങ്ങൾ ഏതാത്മാവിനെ അധീനരെന്ന്
നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ എൻ്റെ മുഖത്തോട്ട് എല്ലാവരും നോക്കിയേ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നവൻ ഇപ്പം എന്നാ കയറി? വേറെ ആത്മാവ് കയറിയെന്ന്. അപ്പം കർത്താവിൻ്റെ കൂടെ നടന്നവന് വേറെ ആത്മാവ് കയറിയെങ്കിലേ വല്ലപ്പോഴും സഭായോഗത്തിന് വരുന്നവന് കയറാതിരിക്കൂ. അത് ശ്രദ്ധിച്ചോണം. കർത്താവിൻ്റെ കൂടെ നടന്നവന് വേറെ ആത്മാവ് കയറി. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പലരും പലതും പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്നാ പറയുന്നു? ഉടനെ പത്രോസ് പറഞ്ഞു, 16-ാം അധ്യായം 13-ാം വാക്യം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ കർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്തു. അവൻ പറഞ്ഞു, പറയാനാശുമാനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. പത്രോസ് 90 ഡിഗ്രി അങ്ങ് പൊങ്ങി. 16-21 വായിച്ച കർത്താവ് തന്നെ ക്രൂശീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പം പത്രോസ് യേശുവിനെ കൈക്ക് പിടിച്ച് മാറ്റിക്കൊണ്ടുപോയി ചെവി പറഞ്ഞു. കണ്ടോ, അന്ന് മുതൽ യേശു യെരുശലേമിൽ ചെന്ന് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിങ്ങനെ പലരും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തലും ചെണ്ടെന്ന് ശിഷ്യന്മാരുടെ പ്രസ്താവിച്ച് തുടങ്ങി. 22-ാം വാക്യം. അപ്പോൾ എന്തായത്? പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവെ അതരുത്, നിനക്കങ്ങനെ പാപിക്കരുത് എന്ന് കർത്താവിനെ ശാസിക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ഈ പത്രോസ് ഇങ്ങനെ ചെയ്തപ്പോൾ യേശു എന്താ പറഞ്ഞത്? എൻ്റെ പത്രോച്ച, നിനക്കെങ്കിലും അങ്ങനെ തോന്നിയല്ലോടാണോ പറഞ്ഞത്? ആണോ? എന്താ അടുത്ത വാക്യം? യേശു അവനെ തിരിഞ്ഞ് ശാസു, സാത്താനെ. ആരെയാ വിളിച്ചേ? ഒന്നാമത്തെ പോപ്പെന്ന് ചിലർ പറയുന്ന പത്രോസിനെ കയറി യേശു സാത്താനെ എന്ന് വിളിച്ചു. നമ്മുടെ ഭാഷയിൽ പിശാചേ. ഈ അഭിഷക്തന്മാർ ചിലപ്പോൾ ശാസിക്കും നിന്നെയല്ല, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിനെയാണ്. ഓ, ഇപ്പൊ പത്രോസിൽ എന്തോ കയറി? പറ. വേറെ ആത്മാവ് കയറി. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. പിശാച് വിനാശക പർവ്വതമാണ്. അവസരം കൊടുത്താൽ ആരിലും അവൻ കയറും. അതുകൊണ്ട് വേദപുസ്തകം പറഞ്ഞു, പിശാചിന് അവസരം കൊടുക്കരുത്, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ടോടിപ്പോകും. അവൻ തോറ്റവനാണ്, നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. അവൻ്റെ നാമത്തിൽ ദുഷ്ടശക്തികളുടെ മേൽ നമുക്ക് ജയമുണ്ട്. ഇന്ന് രാത്രിയിലും ജയമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു? കൈകളടിച്ച് ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ദുഷ്ടപിശാചേ നീ തോറ്റവനാ, എൻ്റെ യേശു ജയിച്ചവനാ. എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേൽ ഞങ്ങൾക്ക് ജയമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് ശാസിച്ചു, പത്രോസിന്മേൽ കയറി. അവസരം കിട്ടിയാൽ ആരുടെ മേലും അവൻ കയറും. നമ്മളതുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഇതിലേറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് സാത്താൻ അവനിൽ കയറിയെന്ന് ചോദിച്ചാൽ, പത്രോസിനെ ദൈവം തമ്പുരാൻ അപ്രിഷ്യേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. ഇപ്പോഴത്തേനും പൊങ്ങി. ഈ ദൈവാത്മാവ് നമ്മളോടെല്ലാം സംസാരിക്കും. ദൈവം നമ്മളെ ഉപയോഗിക്കും തോറും ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വീണോണം. നമ്മൾ നിഗളിക്കരുത്. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. എവിടെ നിഗളം കയറുമോ അവിടെ പിശാച് കയറും. നമുക്ക് തന്നെ വേഗത്തിൽ കണ്ടുപിടിപ്പാൻ ബുദ്ധിമുട്ടുള്ളതും മറ്റുള്ളവർക്ക് വേഗത്തിൽ മനസ്സിലാകുന്നതുമായൊരു സ്വഭാവമാണ് അഹങ്കാരം. ഞാൻ ഈ കഴിഞ്ഞ ദീർഘവർഷമായി ആത്മീയ ലോകത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ ഉപയോഗിക്കും തോറും അവൻ്റെ കാൽപാദത്തിൽ വീണോണം. സ്തോത്രം, സ്തോത്രം. ഒരു നല്ല പ്രഭാഷണത്തിൻ്റെ ക്രെഡിറ്റ് ഉച്ചഭാഷണിക്കല്ല, പ്രഭാഷകനാണെങ്കിൽ. ഒരു നല്ല ആത്മീയ ദൂതിൻ്റെ ക്രെഡിറ്റ് പ്രസംഗികനല്ല, പരിശുദ്ധാത്മാവിനാണ്. ഇവിടെ ആര് വന്ന് പ്രസംഗിച്ചാലും ഒരു നല്ല പ്രസംഗികനെന്നല്ല നിങ്ങൾ പറയേണ്ടത്, നല്ല പരിശുദ്ധാത്മാവേ നന്ദി. സ്തോത്രം. മഹത്വം നമ്മുടെ കർത്താവിനായിരിക്കണം. 5 വിധ മാരകായുധങ്ങളാൽ പുത്രൻ തമ്പുരാനെ നമുക്കായി അവൻ പങ്കിട്ട് നൽകി. എന്നാൽ അവൻ പങ്കിട്ട് നൽകാത്ത ഒന്നുണ്ട്. അവൻ തൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. അവൻ തൻ്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കില്ല. എല്ലാവരും കൈയടിച്ച് അന്യഭാഷ ദൈവത്തെ ഇന്ന് രാത്രി ഒന്നുകൂടെ സ്തുതി. മഹത്വം നമ്മുടെ കർത്താവിനായിരിക്കണം. സ്തുതി നമ്മുടെ കർത്താവിനായിരിക്കണം. എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഒരു ടി.എൽ. ഓസ്ബോണോ, ഒരു വില്യം കേറിയോ, ഒരു റെയ്നാർഡ് ബോങ്കയോ സത്യത്തിൽ ഇവിടെയാണ് ഉണ്ടാകേണ്ടതല്ലേ മോനെ? അല്ലേ? എന്തുകൊണ്ടുണ്ടാകുന്നില്ല?
ഞാൻ എഴുതാറുണ്ട്, ചിന്തിക്കാറുണ്ട്. അത് കാരണം ഇത്രയേ ഉള്ളൂ. ദൈവം ആരെയെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ എല്ലാവരോടും അവനെ പോക്കാൻ തുടങ്ങും. ദൈവത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതൊന്നും അധികകാലം ദൈവം വെച്ചുകൊണ്ടിരിക്കത്തില്ല. മുഴുവൻ മഹത്വവും നമ്മുടെ കർത്താവിനായിരിക്കണം. 103 സങ്കീർത്തനം എന്താ നമ്മൾ വായിക്കുന്നത്? എല്ലാവരോടും ഒന്ന് പറഞ്ഞേ. 103 സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അല്ല, എൻ മനമേ, എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ ഉപകാരങ്ങൾ. പിന്നെന്തുവാ? അവൻ നിന്റെ സകല രോഗങ്ങളെയും അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശം വീണ്ടെടുക്കുന്നു. അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ദാവീദിനെ സാക്ഷി പറയാൻ അവസരം കൊടുത്താൽ അവൻ പറയും, അവൻ ചെയ്തു, ഞാനൊന്നും ചെയ്തില്ല, ചെയ്തതല്ല എൻ്റെ കർത്താവത്രേ. ലോകസ്തംഭ ആരാധനാലയത്തിൽ മുഴങ്ങേണ്ടത് ദൈവമഹത്വമായിരിക്കണം. നമ്മളൊന്നും ചെയ്തില്ല, ചെയ്ത നമ്മുടെ കർത്താവത്രേ. മഹത്വം നമ്മുടെ കർത്താവിനായിരിക്കും. അപ്പോൾ ഒന്ന്, ഫിലിപ്പോസ് ഒരു മൂലക്കൊതുക്കിയവനെ ദൈവം മുന്നണിയിൽ കൊണ്ടുവന്നു. 2, ശമരിയ പട്ടണം ഉന്നതന്മാർ പോയിട്ടൊന്നും ചെയ്യാത്തിടത്ത്, ഒന്നും നടക്കാത്തിടത്ത് അഭിഷേകമുള്ളവനെ അയച്ച് ദൈവം ചിലത് ചെയ്തു. കർത്താവിനോട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ദൂത് ഞാൻ പറയാം. ഉന്നതന്മാരും വൻപന്മാരും പേരും പ്രശസ്തിയും ഉള്ളവനെ കൊണ്ട് സാധിക്കാത്തത് അഭിഷേകമുള്ള നിന്നെ അയച്ച് ദൈവം ചിലത് ചെയ്യാൻ പോവുകയാണ്. അഭിഷക്തരെ കൊണ്ട് ദൈവം ചെയ്യാൻ പോവാ. ഈ കാലഘട്ടം ദൈവം ചെയ്യാൻ പോവാ. ശക്തിയോടെ അന്യഭാഷയിൽ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു. ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ വായിച്ചത് ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. അവൻ പറയുന്നവർ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ ഉറക്കം നിലവിളിച്ചു വിട്ടുപോയി. 9 മുതൽ വാക്യം ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നത്? 9-ാം വാക്യം മുതൽ വായിച്ച സിസ്റ്റർ. 9-ാം വാക്യം, 8-9. എന്നാൽ ശിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തിയാകുന്നു എന്നും പറഞ്ഞ് ആ ബാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. അടുത്തത്, ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാൽ അത്രേ അവൻ അവനെ ശ്രദ്ധിച്ചത്. അടുത്തത്, എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശിമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അവിടെ തുടക്കം 2 ഭ്രമിപ്പിച്ചു എന്നുണ്ട്, അവസാനം ഭ്രമിച്ചു എന്നുണ്ട്. ഒന്ന് കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആഭിചാരം കൊണ്ട് ജനത്തെ ഭ്രമിപ്പിച്ചു കൊണ്ടിരുന്ന ശിമോൻ, ഫിലിപ്പോസ് എന്ന അഭിഷക്തൻ അവിടെ ചെന്നപ്പോൾ ഇപ്പോൾ അവൻ ഭ്രമിച്ചു. ദൈവാത്മാവിന്ന് രാത്രി വിളിച്ചു പറഞ്ഞു ദൂത്, നീ മന്ത്രവാദിയെ കണ്ട് വിറയ്ക്കരുത്, മന്ത്രവാദി നിന്നെ കണ്ട് വിറയ്ക്കട്ടെ. നീ ആഭിചാരകനെ കണ്ട് വിറയ്ക്കരുത്, ആഭിചാരകൻ നിന്നെ കണ്ട് വിറയ്ക്കട്ടെ. നീ ശുദ്രക്കാരനെ കണ്ട് വിറയ്ക്കരുത്, ശുദ്രക്കാരൻ നിന്നെ കണ്ട് വിറയ്ക്കണം. അതുവരെ ഭ്രമിപ്പിച്ചവന് ഇപ്പോൾ ഭ്രമം പിടിച്ചു. കൈയടിച്ച് ദൈവത്തെ ആരാധിക്കാം. അഭിഷേകമുള്ളവൻ, ശക്തിയോടെ ദൈവാത്മനിറവുള്ളവൻ ആ ദേശത്ത് എന്നപ്പോൾ അതുവരെ ജനത്തെ വിറപ്പിച്ചവന് ഇപ്പോൾ വിറയൽ പിടിച്ചു. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കാം. ദൈവകൃപയുള്ള നിന്നെ കണ്ടിവൻ വിറയ്ക്കണം. നമ്മുടെ പിതാക്കന്മാർ അതാ ചെയ്തത്. ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ ചർച്ചിൽ എഫെസ് ലേഖനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ എഫെസ് പട്ടണത്തിൽ ചെല്ലാൻ 3 പ്രാവശ്യം ആദ്യം ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. 4-ാം തവണ ദൈവം നിർത്തി. ആ ദൂത് ഒന്നുകൂടെ പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ ദൈവത്തോടത്ത് നിർത്താൻ തീരുമാനിച്ചാൽ പിശാച് എത്ര അതിന് തടസ്സം നിർത്തിയാലും ദൈവത്തിൻ്റെ സമയത്ത് നീ അവിടെ നിന്നിരിക്കും. ദൈവം നിന്നെ അവിടത്ത് നിർത്താൻ തീരുമാനിച്ചാൽ അന്ധകാര വ്യാപാര സേനകൾ ഒന്നിച്ച് അതിനെതിരെ നിന്നാലും ദൈവത്തിന്റെ സമയത്ത് നീ അവിടെ നിന്നിരിക്കും. സ്തോത്രം. ആ എഫെസസ് സഭയുടെ എഫെസോസ് പട്ടണത്തിന്റെ പ്രത്യേകത, അർത്തമീസ് മഹാദേവിയുടെ സ്ഥലം, അസാമാന്യമായ അന്ധകാര വ്യാപാരം നിറഞ്ഞ സ്ഥലം.
250 അടി വലിപ്പമുള്ളൊരു വിഗ്രഹമുള്ള 25,000 പേർക്ക് ഇരിക്കാവുന്ന വലിയ കൂപ്റ്റൻ ആംപി തിയേറ്ററുള്ള ഭയങ്കര ക്ഷേത്രനടയുള്ള ലക്ഷക്കണക്കിന് മന്ത്രവാദികളുള്ള ആഭിചാരകന്മാരുടെ നടുവിൽ ഈ അഭിഷക്തൻ എന്ന പൗലോസ് എന്ന ഈ അഭിഷക്തൻ തനിയെ പോയി അവിടെ നിന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നോക്കൂ, പറയൂ, ശ്രദ്ധിക്കൂ. അസാമാന്യമായ അന്ധകാര വ്യാപാരമുള്ള ആ സ്ഥലത്ത് പൗലോസ് അപ്പോസ്തലൻ കാലുകുത്തിയപ്പോൾ ദൈവത്തിൻ്റെ അഭിഷക്തന്മേൽ അസാധാരണമായ ദൈവശക്തി ആവരിപ്പാൻ തുടങ്ങി. ഓ ക്ഷമ റഖന സന്ധനദിയ. നീ അസാധാരണമായ അന്ധകാരമുള്ളിടത്ത് നിൽക്കുമ്പോൾ അസാധാരണമായ അഭിഷേകം ദൈവം നിന്റെ മേൽ തരും. ജീസസ്. നമ്മൾ വായിക്കുന്നത് പൗലോസ് ഉത്തരീയം റുമാൽ ടവലിട്ടപ്പോൾ സൗഖ്യമായി. പൗലോസിൻ്റെ ടവലിൽ ദൈവശക്തി ആവരിച്ചെങ്കിൽ, കർച്ചീഫിൽ ദൈവശക്തി ആവരിച്ചെങ്കിൽ, ടവലിൽ ദൈവശക്തി ആവരിക്കുന്നെങ്കിൽ, കഴിഞ്ഞ 17 ദിവസമായി ദൈവസരിക്കുന്ന ദൈവവിതലേ, നിന്റെ മൺകൂരാരം നീ വിട്ടുകൊടുത്താൽ നിന്നിൽ ദൈവശക്തി ആവരിക്കാതിരിക്കുമോ? നിന്നെ ഉപയോഗിക്കാതിരിക്കുമോ? ഓ, രക്തത്താൽ വിടുവിക്കപ്പെട്ട വീണ്ടെടുക്കപ്പെട്ട ദൈവവിതലേ, നിന്നെ ഉപയോഗിക്കാതിരിക്കുമോ? അതുവരെ വിറപ്പിച്ചവൻ അപ്പോൾ പറയിൽ പിടിച്ചു. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവമക്കളെ, നമ്മൾ മന്ത്രവാദിയെ കണ്ടല്ല മന്ത്രവാദി നമ്മെ കണ്ട് വിറയ്ക്കണം. നാം ആഭിചാരകനെ കണ്ടല്ല ആഭിചാരകൻ നമ്മെ കണ്ട് വിറയ്ക്കണം. യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, കിരീടമുള്ള സിംഹാസനമുള്ള പടയാളികളുള്ള രാജ്യത്ത് ഞാൻ നിന്നെ നിർത്താൻ പോവാ. ഞാൻ നിന്നെ അവിടെ മുമ്പിൽ ഭ്രമിപ്പിക്കാതിരിക്കേണ്ടതിന് നീ അവരെ കണ്ട് ഭ്രമിക്കരുത്. ഇവരെ ഒന്നും കണ്ട് നമ്മൾ ഭ്രമിക്കരുത്, നമ്മളെ കണ്ട് അവർ ഭ്രമിക്കണം. ഈ വടക്കേണ്ടിയിൽ ഹിന്ദി എനിക്ക് പറയത്തെ അറിയത്തില്ല, എങ്കിലും പറഞ്ഞു കൊടുത്തോണം. ഞാൻ വടക്കേണ്ടിയിലൊക്കെ ദൈവനം പ്രസംഗിക്കുകയും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പറയും, ദൈവദാസന്മാരെ, നിങ്ങളോട് ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്നതോട് പറയാം, നിങ്ങൾ ഈ ഇടവഴിയിലൂടെ ഒക്കെ പോകുമ്പോഴേ അവിടെ ഇരിക്കുന്ന വെച്ചു പൂജകൾ നിന്നെ കാണുമ്പോൾ ഇരുന്ന് വിറയ്ക്കുക. കാരണം നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി എന്തെന്ന് അവനറിയാം. എല്ലാവരും ശക്തിയോടെ അഭിഷേകമുള്ള നിന്നെ കാണുമ്പോൾ അന്ധകാര വ്യാപാരങ്ങൾ വിറയ്ക്കും. ഹല്ലേലൂയ. സുവിശേഷം വരുന്ന മാറ്റം, അങ്ങനെ ആ പട്ടണത്തിൽ വലിയ സന്തോഷമുണ്ടായി. സുവിശേഷം മാറ്റം വരുത്തുന്നതാണ്, വലിയ രൂപാന്തരം വരുത്തുന്നതാണ്. സാധാരണക്കാരനായൊരു വ്യക്തിയെ കൊണ്ട് അസാധാരണമായ ദൈവപ്രവൃത്തികൾ ചെയ്തു. നിങ്ങൾ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ, നിന്റെ തലമുറ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവം നമ്മെ കൊണ്ട് വലിയ കാര്യങ്ങൾ ഈ നൂറ്റാണ്ടിൽ ചെയ്യും. അങ്ങനെ അല്ലാതെ ഈ കേരളത്തെ ഇനി നേടാൻ കഴിയില്ല. ഞാൻ അനേക വേദിയിൽ ദൈവാത്മാവിനോട് പറഞ്ഞ് നിങ്ങളോട് അവസാനിപ്പിക്കാം. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കരയണം, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു BSc നേഴ്സെങ്കിലും ആകണേ, അതിനാണ് പ്രാർത്ഥിക്കുന്നത്. അതായിപ്പോൾ ആഗ്രഹം. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി, കർത്താവ് എൻ്റെ കണ്ണടയും മുമ്പ് എൻ്റെ തലമുറ എൻ്റെ മുമ്പിൽ നിന്ന് യേശുവിനെ പ്രസംഗിക്കുന്ന എനിക്ക് കാണണം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുപോകുന്ന എനിക്ക് കാണണം. അവൻ ശാസിക്കുമ്പോൾ ദുഷ്ടാത്മം വിട്ടുപോകണം. അവൻ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കണം. എൻ്റെ തലമുറയിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാളെ, ഒരു മോനെയോ മോളെയോ നീ അങ്ങയുടെ വേലയ്ക്കായി വിളിക്കണം. വിളിച്ചാൽ ഞാൻ വിട്ടുതരാൻ തയ്യാറാണ് കർത്താവേ. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും ദൈവത്തോട്? നിങ്ങൾ കരയണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. ലോകസിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇന്ത്യ അറിയപ്പെടുന്ന, ലോകമറിയപ്പെടുന്ന സുവിശേഷകനകത്തുനിന്ന് എഴുന്നേറ്റ് വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. സിംഹതുല്യം ഗർജിക്കുന്ന, ആത്മാവിൽ പുറപ്പെടുന്ന, പരിശുദ്ധാത്മാവിൽ നിയോഗം ലഭിച്ച അഭിഷക്തന്മാർ നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരണം. നമ്മുടെ തലമുറകൾ അതിനായി ദൈവം ഒരുക്കപ്പെടണം. നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയൊക്കെ നമ്മുടെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി ആകരുത്. കേരളത്തെ കുലുക്കുന്ന, ഇന്ത്യ ഉണർത്തുന്ന അഭിഷക്തന്മാരെഴുന്നേറ്റ് വരാനാകണം. ഒന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഫിലിപ്പോസ് അവിടെ ചെന്നപ്പോൾ അതുവരെ ജനത്തെ ഭ്രമിപ്പിച്ചവൻ ഇപ്പോൾ ഭ്രമമായി. ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുക. ആ വാക്ക് ഇതാണ്, പ്രൈസ് ദി ലോർഡ്. നമ്മോട് കൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, നമ്മോടുകൂടെ ഉള്ളവൻ അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. നമ്മുടെ കൂടെ ഉള്ളവൻ ഏകവചനമാ, അവരോടുകൂടെ ഉള്ളവർ ബഹുവചനമാ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചോണ്ട് പറ, നമ്മോടുകൂടെ ഉള്ളവൻ
അവരോടുകൂടെ ഉള്ളവരെക്കാൾ വലിയവനാകുന്നു. ഇന്ന് രാത്രി ഹോളിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, നമ്മോടുകൂടെ ഒരുവനേ ഉള്ളൂ. അവരോടുകൂടെ ഒത്തിരി പേരുണ്ട്. അവരോടുകൂടി 330 കോടിയുണ്ട്. അവരോടുകൂടി ഒത്തിരി സ്വാധീനമുള്ളവരുണ്ട്. എന്നാൽ നിന്റെ കൂടെ ഒരുവനേ ഉള്ളൂ. നിന്റെ കൂടെ ഉള്ള ഒരുവൻ അവരോടുകൂടെ ഉള്ള ഒത്തിരി ഉള്ളവനേക്കാൾ വലിയവനാകുന്നു. ശക്തിയോടെ കൈകളുടെ ചന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. വലിയവനാകുന്നു, 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 വലിയവനാകുന്നു. വേദവസം പറയുന്നു, അവരൊന്നിച്ചു നിൽക്കട്ടെ, പക്ഷെ ലജ്ജിച്ച് അമ്പരന്ന് പോകും. നീ തന്നെ ഉള്ളെങ്കിലും, നീ ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും നിന്നെ അവിടെ നിർത്താൻ എൻ്റെ ദൈവ ശക്തനായവനാണ്. ഒരിക്കൽ ഞാൻ ചോദിച്ചു, കർത്താവ് ഇവിടെ നടുവിൽ എങ്ങനെ ഞാൻ നിൽക്കും? ദൈവം എന്നോട് ചോദിച്ചു, 400 ബാബേൽ പ്രവാചകന്മാരെയും 450 അശേര പ്രവാചകരുടെയും നടുവിൽ ഏലിയാബ് എന്ന അഭിഷക്തനെ ഞാൻ ഒറ്റയ്ക്ക് നിർത്തിയെങ്കിൽ, 850 എണ്ണത്തിൻ്റെ നടുവിൽ എൻ്റെ ദാസനെ ഞാൻ തന്നെ നിർത്തിയെങ്കിൽ, 10,000 എണ്ണം നിനക്കെതിരെ നിന്നാലും അവൻ്റെ നടുവിൽ നിന്നെ നിർത്താൻ ദൈവ ശക്തനത്രേ. അഭിഷേകത്തിൻ്റെ അധികാരം, അഭിഷേകത്തിൻ്റെ അധികാരം ഈ ദിവസങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങാം. വലിയവ നമുക്ക് ചെയ്യാം, ദൈവത്താൽ വലിയവ ചെയ്യാം. നാം സാധാരണക്കാരാ, പക്ഷേ ദൈവം നമ്മെ ആ സാധാരണ പ്രവൃത്തിക്കായി ഒരുക്കും. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ നിൽക്കാം. ഇന്ന് രാത്രി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അഭിഷേകത്തോടെ, പാടുന്ന പോലെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേറ്റ് വരാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ സന്താനങ്ങൾ അഭിഷേകം പ്രാപിക്കാൻ പ്രാർത്ഥിക്കാം. അവർ ദൈവത്തിന് വേണ്ടി നിവരെ നിൽക്കാനായി പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കണ്ണടയും മുമ്പ് എൻ്റെ കുഞ്ഞ് ആത്മീയനായി തീരണം. എൻ്റെ തലമുറയിൽ ഒരാൾ യേശുവിനെ പ്രസംഗിക്കണം. നീ എനിക്ക് നൽകിയ സന്താനങ്ങളിൽ ഒരാൾ യേശുവിനെ ഉയർത്തണം. എനിക്കത് കാണാൻ നീ കൃപ തരണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്യും. നിങ്ങൾക്കറിയാമോ, ദാൻ മുതൽ ബർശേവ വരെ ഹോവയുടെ വിശ്വസ്ത എന്നറിയപ്പെട്ട ശമൂവേൽ പ്രവാചകൻ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയായിരുന്നു. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന് സിംഹതുല്യം ഗർജിച്ച യോഹന്നാൻ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയായിരുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ സാമാന്യമായ ദൈവശക്തിയോട് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ ചെല്ലെഴുന്നേൽക്കും. അല്ലാതെ ഇന്ത്യയെ നേടാൻ കഴിയില്ല. ഇനിയും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കേരളത്തെ നേടാൻ കഴിയില്ല. ആ സാമാന്യമായ ദൈവപ്രവൃത്തിക്കായി അധികാരത്തോട് ശക്തിയോട് നമ്മുടെ തലമുറ എഴുന്നേൽക്കണം. നമ്മൾ മാത്രം ഈ കൃപ അനുഭവിച്ചാൽ പോരാ. കൈകൊട്ടി പാടി അന്യഭാഷ പറഞ്ഞ് സ്തോത്രം പറഞ്ഞു പോയാൽ പോരാ. അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തന്മാർ, ആത്മനിറവുള്ളവർ, പരിശുദ്ധാത്മ പ്രാപ്തരായവർ, നിയോഗിതരായവർ എഴുന്നേൽക്കണം. അതിനായി സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിയാട്ട്, കർത്താവെ എന്നെ ഉപയോഗിക്കണേ, എൻ്റെ തലമുറ ഉപയോഗിക്കണേ, കാലഘട്ടത്തിൽ അവിടുത്തെ സാക്ഷിയാകാൻ എന്നെ ഉപയോഗിക്കണേ. കൈ ഉയർത്തിപ്പിടിക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ ജനത്തെ അവിടുത്തെ കരത്തിലേൽപ്പിക്കുന്നു. അഭിഷേകത്തോട്, അധികാരത്തോട്, ശക്തിയോട് ഒരു തലമുറ എഴുന്നേൽക്കട്ടെ കർത്താവേ. ഈ ഹോളിൽ ചില എഴുന്നേൽക്കട്ടെ കർത്താവേ. ലോകവ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ചില അഭിഷക്തന്മാർ ഇവിടുന്ന് എഴുന്നേറ്റ് വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സന്താനങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ്. അവരിപ്പോൾ എവിടെയാണ് ഞാൻ കരഞ്ഞുകൂടാ. എവിടെയാണെങ്കിലും ദൈവശക്തി വ്യാപരിക്കട്ടെ. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കില്ല. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ സന്താനത്തിന്മേലോ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിപ്പാൻ പാടില്ല. അഭിഷേകം നുകത്തെ തകർക്കുമെന്ന് ഞങ്ങൾ വായിക്കുന്നു. രാത്രി ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ഞങ്ങളുടെ സന്താനത്തിന്മേൽ, ഞങ്ങളുടെ തലമുറമേൽ, ഞങ്ങളുടെ കുടുംബങ്ങളിന്മേൽ ദുഷ്ടൻ വെച്ചിട്ടുള്ള നുകങ്ങൾ തകർക്കപ്പെടുവാനിടയാകട്ടെ. തകർന്നു മാറട്ടെ കർത്താവേ. എല്ലാവരും കരമടിച്ച് ആത്മാവിൽ ആരാധിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ നുകങ്ങൾ തകർക്കപ്പെടട്ടെ, തകർക്കപ്പെടട്ടെ.